കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചന പഠനത്തിനായി സൂം പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ എല്ലാവരെയും യേശുക്രിസ്തു നിസ്തുല്യ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. യൂട്യൂബിലൂടെ ദൈവവചനം പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന എല്ലാ മാന്യപ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തു നിസ്തുല്യ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ യെഹെസ്കേലിൻ്റെ പുസ്തകം 40-ാം അധ്യായമാണ് പഠിച്ച് അവസാനിപ്പിച്ചത്. നാം 40-ാം അധ്യായത്തിൽ കണ്ടത് പണിയപ്പെടുവാൻ പോകുന്ന ആലയത്തെക്കുറിച്ചുള്ളതായൊരു ദർശനം യെഹെസ്കേലിനെ ദൂതൻ മുഖാന്തരം കാണിച്ചു കൊടുക്കുന്ന ഭാഗമാണ് പഠിച്ചത്. ദൂതൻ ആലയത്തിൻ്റെ സ്ഥലത്തേക്ക് ദർശനത്തിൽ യെഹെസ്കേൽ അവിടെ ചെല്ലുന്നു. ദൂതനെ കാണുന്നു. ദൂതൻ ഓരോ ഭാഗത്തേക്കും കൊണ്ടുപോയി അളവെടുപ്പിക്കുന്നു, കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുന്നു. നാം അതിനകത്ത് പ്രധാനമായും കണ്ടത് 3 കവാടങ്ങൾ, കവാടത്തിലേക്ക് പ്രവേശിക്കുവാൻ ആവശ്യമായ സ്റ്റെപ്പുകൾ, ആ കവാടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കവാടത്തിൻ്റെ ഇരു സൈഡിലും മുറികളുണ്ട്. അത് കഴിഞ്ഞ ശേഷം അകത്തോട്ട് പ്രവേശിക്കുമ്പോൾ അകത്ത് പ്രാകാരത്തിൽ നിന്ന് പൂമുഖത്തേക്ക് കയറുവാൻ അടുത്ത സ്റ്റെപ്പ്, അതിന് എത്ര സ്റ്റെപ്പുകളുണ്ട് എന്നെല്ലാം, എത്രമാത്രം മുഴം, ഈ അളവുകളൊക്കെ വളരെ കൃത്യമായി യെഹെസ്കേലിനെ അളന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ആ നിലയിൽ മുൻപോട്ട് പോകുമ്പോൾ തെക്കേ കവാടവും വടക്കേ കവാടം, കിഴക്കേ കവാടം, 3 കവാടങ്ങളാണ് കാണിച്ചത്. വടക്കേ കവാടത്തിനടുത്തും തെക്കേ കവാടത്തിനടുത്തും മുറികളുണ്ട്. ഈ മുറികൾ ആലയത്തിൽ ശുശ്രൂഷിക്കുന്ന പുരോഹിതന്മാർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന മുറികളാണ്. നാം പിന്നെയും വടക്കേ കവാടത്തിനടുത്ത് കണ്ടു ചില മുറികൾ കണ്ടു. അതിൽ ചില മേശകൾ കണ്ടു. അവിടെ യാഗപീഠത്തിൻ്റെ ക്രമീകരണങ്ങളും മറ്റും ചെയ്യുകയും പുരോഹിതന്മാർ യാഗത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും മറ്റും ഒരു ഭാഗത്ത് ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് യാഗപീഠത്തിൽ ശുശ്രൂഷിക്കുന്ന പുരോഹിതന്മാർക്കുള്ള മുറി, ആലയത്തിനകത്ത് ശുശ്രൂഷിക്കുന്ന പുരോഹിതന്മാർക്കുള്ള മുറി, രണ്ടും രണ്ടായിട്ടാണ്. ആലയത്തിലുള്ള പുരോഹിതന്മാരെന്ന് പറയുമ്പോൾ യാഗമല്ല, ദൈവത്തെ ആരാധിക്കുന്നതും സ്തുതിക്കുന്നതിനും സംഗീതം നയിക്കുന്നതിനും നടത്തുന്നതിനും അതിൻ്റെ ക്രമീകരണങ്ങൾക്കായി ഒക്കെ പ്രയോജനപ്പെടുന്ന പുരോഹിതന്മാർ. യാഗകർമാദികൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട പുരോഹിതന്മാർ. ഇങ്ങനെ 2 തരത്തിലുള്ള പുരോഹിതന്മാരുണ്ട്. അവസാനം ആ അധ്യായം അവസാനിപ്പിക്കുമ്പോൾ ഒരു പുരോഹിത കുടുംബത്തിൻ്റെ പേര് പറഞ്ഞു, സാദോക്കിൻ്റെ കുടുംബത്തിൽപ്പെട്ടവർ. അവിടെ പുരോഹിതന്മാരെ കാണുന്നു, അത് സാദോക്കിൻ്റെ കുടുംബത്തിൽപ്പെട്ടവരാണ്. സാദോക്കിനെ കുറിച്ചുള്ള വിശദമായ വിവരണങ്ങൾ യെഹെസ്കേൽ 44-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ഭാഗം പഠിക്കുമ്പോൾ ആ ഭാഗം നമുക്ക് വിശദീകരിക്കാം. വാതിൽ പടികൾക്കരികിൽ തൂണുകളുണ്ട്. ഈ തൂണുകളെല്ലാം പലതരത്തിലുള്ളതായ കാര്യങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. ശലോമോൻ്റെ കാലഘട്ടത്തിൽ ശലോമോൻ പണിത ആലയത്തിന് തുല്യമായ നിലയിലാണ് ഈ ആലയം പണിയപ്പെട്ടിരിക്കുന്നത്. ഈ നിലയിലൊക്കെ മുൻപോട്ട് പോകുമ്പോൾ കിഴക്കേ കവാടത്തിലേക്ക് വരുന്നു. കിഴക്കേ കവാടത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച സവിസ്തരമായി പറഞ്ഞു. അത് പ്രഭുക്കന്മാർക്ക് വേണ്ടി മാത്രം ഉള്ളൊരു കവാടമാണ്. പ്രഭുക്കന്മാരില്ലാത്ത കാലത്തോളം അത് അടച്ചിടണം.
വേറെ ആർക്കും അത് പ്രവേശിക്കാൻ സാധ്യമല്ല. യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ കഴുതപ്പുറത്തൊരുക്കിൽ യെരുശലേമിലേക്ക് പ്രവേശിച്ചപ്പോൾ ആ കവാടത്തിലൂടെയായിരുന്നു. പിന്നീട് എന്നേക്കുമായി ആ കവാടം അടയ്ക്കപ്പെട്ടു എന്ന് കേൾക്കുന്നത്. പിന്നീട് നശിപ്പിക്കപ്പെട്ടു, പിന്നെയും പണിതു, പിന്നെയും അതെല്ലാം നശിപ്പിക്കപ്പെട്ടെങ്കിലും ഇന്നും അതിൻ്റെ ഒരു ഭാഗം നിലനിൽപ്പുണ്ടെന്നും അവിടെ ഒരു വാതിലുണ്ട്, അത് പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണെന്നും അത് കിഴക്കേ കവാടത്തിൻ്റെ വാതിലാണെന്നും പറയപ്പെടുന്നു. ഇതെല്ലാം വരാൻ പോകുന്ന മശിഹയ്ക്ക് വേണ്ടി മാത്രം ഒരുക്കപ്പെട്ട ഒരു വാതിലാണ് കിഴക്കേ വാതിൽ എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച സവിസ്തരമായി പഠിച്ചു. യഹൂദന്മാർ വിശ്വസിക്കുന്നു അതുതന്നെ. കിഴക്കേ കവാടത്തിനെതിരായി നിൽക്കുന്ന ഒലിവുമല, സക്കറിയാവിന്റെ പുസ്തകം പഠിക്കുമ്പോഴും ഒലിവുമലയിൽ തൻ്റെ പാദം ചവിട്ടുമെന്നാണ് പഠിപ്പിക്കുന്നത്. കർത്താവ് സ്വർഗാരോഹണം ചെയ്തു പോയതും ആ ഭാഗത്തു നിന്നാണ്. വീണ്ടും മടങ്ങി വരുന്നു, ഈ കിഴക്കേ കവാടത്തിലൂടെ ഇതിനകത്ത് പ്രവേശിക്കും, അന്ന് മാത്രമേ തുറക്കപ്പെടുത്തുള്ളൂ എന്ന് യഹൂദന്മാരും ക്രൈസ്തവ ജനവും ദൈവജനവും നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. അപ്പം ആ നിലയിൽ ഉള്ളതാണ് കിഴക്കേ വശത്തെ വാതിൽ. നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് 40-ാം അധ്യായത്തിൽ പഠിച്ചത്. നമ്മൾ ഈ 41-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോവുകയാണ്. 40-ാം അധ്യായം പുറമേ ഉള്ള അളവുകളും കവാടങ്ങളും പ്രാകാരവും അകത്തെ പ്രാകാരവും അതിനകത്തുള്ള മുറികളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ 41-ാം അധ്യായം അതിൽ നിന്നും അല്പം കൂടെ വ്യത്യസ്തമാണ്. ഒരു പുതിയ ആലയത്തിൻ്റെ ദർശനത്തെ പറ്റിയുള്ള ഒരു നല്ല വിവരണമാണ് ഈ 41-ാം അധ്യായത്തിലും. ഇവിടെ വരുമ്പോൾ പ്രവാചകന് വിശുദ്ധ സ്ഥലത്തിൻ്റെയും അതിപരിശുദ്ധ സ്ഥലത്തിൻ്റെയും അളവുകളും സവിശേഷതകളൊക്കെ കാണിക്കുന്നുണ്ട്. ആലയത്തിൻ്റെ പുറം ഭാഗത്തുള്ള മുറികൾ, ആ മുറികളുടെ അളവുകൾ, അതിൻ്റെ ചുവരുകൾ, ചുവരിൻ്റെ ഹൈറ്റ്, ഘനം, പിന്നെ 3 നിലകളിലായി ഉയർത്തപ്പെട്ടിരിക്കുന്ന 90 മുറികൾ, ഇങ്ങനെയുള്ളതായ വിശദമാകുന്ന ഒരു വിവരണമാണ് 41-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. 40-ാം അധ്യായത്തിൽ വരുമ്പോൾ നാം കണ്ടത് യാഗപീഠത്തെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. പ്രാകാരത്തിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, സമാഗമന കൂടാരത്തിൽ കാണാൻ കഴിയുന്നത് യാഗപീഠം, താമ്രത്തൊട്ടി, കവരവിളക്ക്, ധൂപപീഠം, കാഴ്ചയപ്പത്തിൻ്റെ മേശ എന്നിത്യാദി കാര്യങ്ങൾ പ്രാകാരത്തിൽ നിന്ന് കാണാവുന്നതാണ്. എന്നാൽ ഇതിനകത്ത് പറയുമ്പോൾ പ്രാകാരത്തിൽ നിന്ന് കണ്ട കാര്യം യാഗത്തിനുള്ള ക്രമീകരണത്തെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ബാക്കിയുള്ള വസ്തുക്കളെക്കുറിച്ചൊന്നും അവിടെ വിശദീകരിക്കുന്നില്ല. എന്നാൽ 41-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനകത്ത് ആലയത്തിനകത്തുള്ള വിശുദ്ധ സ്ഥലവും അതിപരിശുദ്ധ സ്ഥലത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതിനകത്തെ ചുവരുകൾ, ആ ചുവരുകൾ എല്ലാം ഈന്തപ്പനകളുടെയും കെരൂബുകളുടെയും ചിത്രങ്ങൾ കൊത്തുപണിയായി അതിനകത്ത് ആലേഖനം ചെയ്തിട്ടുണ്ട്. അതിപരിശുദ്ധ സ്ഥലത്ത് മരം കൊണ്ടുണ്ടാക്കിയൊരു ബലിപീഠത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ ആ നിലയിലാണ് 41-ാം അധ്യായത്തിൽ വിശദീകരണം പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പതുക്കെ അങ്ങോട്ട് പ്രവേശിക്കാം. പ്രാരംഭമായി നമുക്ക് അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. യെഹെസ്കേൽ പ്രവചനം 41-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു. അനന്തരം അവൻ
എന്നെ മന്ദിരത്തിലേക്ക് കൊണ്ടുചെന്നു. മുറിച്ചുവരുകളെ അളന്നു. മുറിച്ചുവരുകളുടെ വീതി ഇപ്പുറത്ത് 6 മുഴവും അപ്പുറത്ത് 6 മുഴവും ആയിരുന്നു. പ്രവേശനത്തിന്റെ വീതി 10 മുഴവും പ്രവേശനത്തിന്റെ പാർശ്വഭിത്തികൾ ഇപ്പുറത്ത് 5 മുഴവും അപ്പുറത്ത് 5 മുഴവും ആയിരുന്നു. അവൻ മന്ദിരം അളന്നു. അതിന്റെ നീളം 40 മുഴം, വീതി 20 മുഴം. പിന്നെ അവൻ അകത്തേക്ക് ചെന്നു പ്രവേശനത്തിന്റെ മുറിച്ചുവരുകളെ അളന്നു. കനം 2 മുഴവും പ്രവേശനത്തിന്റെ വീതി 6 മുഴവും മുറിച്ചുവരുകളുടെ വീതി 7 മുഴവുമായിരുന്നു. അവൻ അതിന്റെ നീളം അളന്നു 20 മുഴം, വീതി മന്ദിരത്തിനൊത്തവണ്ണം 20 മുഴം. അത് അതിന്റെ വിശുദ്ധ സ്ഥലം എന്ന് അവൻ എന്നോട് കൽപ്പിച്ചു. ഓക്കെ, ഈ അധ്യായം ആരംഭിക്കുമ്പോൾ തന്നെ പറയുന്നത് അവൻ എന്നെ മന്ദിരത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 41-ാം അധ്യായത്തിനകത്ത് മന്ദിരത്തിന് ചുറ്റുമുള്ള പ്രാകാരവും അതിനോട് ചേർന്നുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്. 40-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നത് ഒരു നഗരം പോലെ തോന്നിച്ചെന്നാണ് പറയുന്നത്. എന്നാൽ 40-ാം അധ്യായത്തിൽ സ്പഷ്ടമായി എന്നെ മന്ദിരത്തിലേക്ക് കൊണ്ടുചെന്നു എന്ന് പറയുന്നത്. നീ അപ്പോൾ മന്ദിരത്തിനകത്ത് പ്രവേശിച്ചു. യെഹെസ്കേൽ ഒരു പുരോഹിത കുടുംബത്തിൽ ജനിച്ചതാണ്. എന്നാൽ മഹാപുരോഹിതനായിട്ടില്ല, പുരോഹിതനായിട്ട് മാത്രമേ ആയിട്ടുള്ളൂ. ഇവിടെ വിശുദ്ധ സ്ഥലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വിശുദ്ധ സ്ഥലവും അതിപരിശുദ്ധ സ്ഥലവും. വിശുദ്ധ സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന് 35 അടി വീതിയും അഥവാ 10.8 മീറ്റർ വീതിയും 70 അടി നീളവും ഉള്ള ഒരു മുറിയായിരുന്നു ഈ വിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത്. 70 അടി നീളം, 35 അടി വീതി ഒരു മുറി. ആ മുറിയിലേക്ക് പ്രവേശിക്കുവാൻ ഒരു പ്രവേശന കവാടമുണ്ട്. ആ കവാടത്തിന് 17.5 അടി വീതിയുണ്ട്, അതായത് 5.5 മീറ്റർ വീതിയുണ്ട്. ഇനിയും ഈ പ്രവേശന കവാടത്തിൻ്റെ ഇരുവശത്തും ചുവരുകളുണ്ട്. അവയ്ക്ക് 9 അടി വീതിയുണ്ട്. വാതിലിൻ്റെ വശത്ത് ഈ മതിലുകൾ അഥവാ പണിയപ്പെട്ടിരിക്കുന്ന തൂണുകൾക്ക് 10.5 അടി കനമുണ്ട് എന്ന് പറയുന്നുണ്ട്. വാതിലിൻ്റെ 2 വശത്തുമുള്ള ഭിത്തികൾ അഥവാ തൂണുകൾ പോലെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ യെഹെസ്കേലിനെ മന്ദിരത്തിൽ പ്രവേശിച്ചു എന്ന അതിപരിശുദ്ധ സ്ഥലത്ത് കൊണ്ടുപോയതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. അതിലൊരു പണ്ഡിതന്മാർ ഇങ്ങനെ പറയുന്നത്, ഇദ്ദേഹം ഒരു പുരോഹിത കുടുംബത്തിൽ ജനിച്ച് പുരോഹിതനാണ്. അതുകൊണ്ട് പുരോഹിതന്മാർക്ക് വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കാം. എന്നാൽ മഹാപുരോഹിതന് മാത്രം ആണ്ടിലൊരിക്കൽ അതിപരിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കാം. അതുകൊണ്ട് ഇദ്ദേഹത്തെ അതിപരിശുദ്ധ സ്ഥലം കാണിച്ചു അളന്നു കൊടുത്തു, എന്നാൽ അതിനകത്ത് പ്രവേശിച്ചതായി പറയുന്നില്ല. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയപ്പെടുന്നു ഇദ്ദേഹം മഹാപുരോഹിതനല്ലാതിരുന്നത് കൊണ്ടാണ് അതിപരിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കാതെ ദൂരത്ത് നിന്ന് കാണിച്ചു കൊടുത്തു എന്ന് അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. വിശുദ്ധ സ്ഥലത്തിനോട് ചേർന്ന് അതിൻ്റെ അവസാനത്തിൽ അതിവിശുദ്ധ സ്ഥലത്തേക്കൊരു വാതിലുണ്ടായിരുന്നു. ഈ വാതിലിന് 10.5 അടി അഥവാ 3.5 മീറ്റർ വീതി ഉണ്ടായിരുന്നു. ഇതേ സെയിം വീതിയായിരുന്നു പരിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുമുണ്ടായിരുന്ന വാതിലിൻ്റെ വീതിയും ഇത് തന്നെയായിരുന്നു. വാതിലിൻ്റെ ഓരോ വശത്തും 3.5 അടി അഥവാ 1.1 മീറ്റർ
കനമുള്ള തൂണുകൾ രണ്ട് വശത്തും ഉണ്ടായിരുന്നു. പ്രവേശിക്കുന്ന ആ പ്രവേശന കവാടത്തിൻ്റെ വശങ്ങളിലെ തൂണുകൾക്കുള്ള ചുവരുകൾ, അതിൻ്റെ ഭിത്തികൾക്ക് 12 അടി നീളമുണ്ടായിരുന്നു. ഇതാണ് വിശുദ്ധ മന്ദിരത്തെക്കുറിച്ചുള്ള ഒരറിവ്. ഇനി അതിപരിശുദ്ധ സ്ഥലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സമാഗമന കൂടാരം പഠിക്കുമ്പോൾ അറിയാം, സമാഗമന കൂടാരത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലം സ്ക്വയറാണ്, സമചതുരമാണ്. ഇവിടെയും നമ്മൾ പഠിച്ചു വരുമ്പോൾ ഇതും സമചതുരമാണ്. അതിപരിശുദ്ധ സ്ഥലം 35 അടി അഥവാ 10.5 മീറ്റർ വീതിയും 35 അടി അഥവാ 10.5 മീറ്റർ നീളവുമുള്ള ഒരു മുറി, സമചതുരത്തിലുള്ള മുറി. അപ്പൊ ഇവിടെ വാസ്തവത്തിൽ ആ പുരുഷൻ യെഹെസ്കേലിനെ അതിപരിശുദ്ധ സ്ഥലത്തിനകത്ത് പ്രവേശിക്കാതെ ഈ പുറമെ നിന്ന് കാണിച്ചിട്ട് അടുത്തൊരു ഭാഗത്തേക്ക് പോവുകയാണ്. അദ്ദേഹം നമ്മെ ഓർപ്പിച്ചതുപോലെ മഹാപുരോഹിതനല്ലാത്തത് കൊണ്ട് പുരോഹിതനാണ്. അതുകൊണ്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിപ്പിച്ചു, അടുത്ത അതിപരിശുദ്ധ സ്ഥലത്ത് കാണിച്ചു കൊടുത്തിട്ട് അവിടെ കയറ്റാതെ കൊണ്ടുപോകുന്നതായി കാണുന്നുണ്ട്. നോക്കണം, ദർശനത്തിലായാലും ശരി, ദൈവത്തിൻ്റെ നിവാസത്തെക്കുറിച്ചുള്ള ജനത്തിനിടയിലുള്ള വലിയ ഒരു കാഴ്ചപ്പാടത് പഴയ ഭാഗത്ത് പഴയ നിയമത്തിലുള്ളതാണ്. അവർക്ക് ദൈവം കൊടുത്ത പ്രമാണമാണത്. അതിപരിശുദ്ധ സ്ഥലത്ത് ആരും പ്രവേശിക്കാൻ പാടില്ല. ദൈവത്തിൻ്റെ നിവാസമാണ്. യെഹെസ്കേലിനെ ഈ ദർശനത്തിലെല്ലാം കാണിച്ചിട്ട് പോലും അതിപരിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുവാൻ സാധിച്ചില്ല. പാവത്തെ ആ വിശുദ്ധ മന്ദിരത്തിൽ കൊണ്ട് കാണിച്ചു, അതിപരിശുദ്ധ സ്ഥലത്തിൻ്റെ സ്ഥലം അളന്ന് കാണിച്ചു കൊടുത്തിട്ട് അവിടുന്ന് കൊണ്ടുപോവുകയാണ്. ഇങ്ങനെ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതന് മാത്രം പ്രവേശിക്കാവുന്ന നിലയിൽ ക്രമീകരിക്കപ്പെട്ട ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള കൃപാസനമിരിക്കുന്ന മുറി, അതിനകത്ത് പഴയ വിശുദ്ധന്മാർക്ക്, പുരോഹിതന് മാത്രം വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കാം. ബാക്കിയുള്ളവർക്ക് പ്രാകാരത്തിൽ നിന്ന് കണ്ട് കേട്ട് മടങ്ങിപ്പോകാം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സ്വർഗത്തിലെ തമ്പുരാന്റെ കാൽവറി മരണത്തിലൂടെ പരിശുദ്ധ സ്ഥലത്തെയും അതിപരിശുദ്ധ സ്ഥലത്തെയും വേർതിരിക്കപ്പെട്ടിരുന്ന തിരശ്ശീല മുകൾ തൊട്ട് അടിയോളം ചിന്തപ്പെട്ടു. ഏകദേശം 4.5 ഇഞ്ച് കനമുണ്ടായിരുന്നു ആ തിരശ്ശീലയ്ക്ക്. അത് നടുവെ ചിന്തപ്പെട്ടു. അതിൻ്റെ അകത്ത് നിന്നും ഇങ്ങനെ പറയുന്നത്, അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള സുപുത്രന്റെ ആത്മാവിനെ നമുക്ക് തന്നു കൃപാസനത്തിൻ്റെ അടുക്കൽ ചെന്ന് നേരിട്ട് കണ്ട് സ്തോത്രം പറയുവാൻ, സ്തുതിക്കുവാൻ, നമ്മുടെ കാര്യങ്ങൾ സ്തോത്രത്തോടെ അപേക്ഷിക്കുവാൻ നമുക്ക് വേണ്ടി ആ വാതിൽ തുറന്നു തന്നു. യഹൂദന്മാർ, ദൈവത്തിന്റെ സ്വന്തം ജനമായിരിക്കുന്ന യഹൂദന്മാർ ദൈവത്തിന് സ്വന്തം ജനമായിരിക്കുന്ന ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട അബ്രഹാമിന്റെ സന്തതികളാകുന്ന യഹൂദന്മാർ, അതിൽ പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന പുരോഹിതന്മാർക്ക് പോലും അതിൻ്റെ അകത്ത് പ്രവേശിക്കുവാൻ അനുവാദമില്ലാതിരിക്കുമ്പോൾ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരു ലേവ്യരുമല്ല, ഒരു യഹൂദനുമല്ല, വാഗ്ദത്തങ്ങൾക്കും നിയമങ്ങൾക്കും അന്യരും പരദേശികളും
ലോകത്തിൽ പ്രത്യാശയില്ലാതെ കിടന്ന പുറംജാതികളാകുന്ന നമുക്ക് യേശു ക്രിസ്തുവിലൂടെ നമുക്ക് കൃപാസനത്തിൻ്റെ അടികൾ ചെന്നിട്ട് ധൈര്യമാത്തോടെ അബ്ബാ പിതാവേ എന്ന് വിളിക്കത്തക്ക നിലയിൽ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നമ്മൾ പകർന്നു തന്ന ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സ്നേഹം, നാം ഇത് ഓർത്ത് സ്തോത്രം പറയാൻ ബാധ്യസ്ഥരാണ്. ഒന്ന് ഓർത്ത് നോക്കി, ദർശനത്തിൽ പോലും യെഹെസ്കേലിനെ അതിപരിശുദ്ധ സ്ഥലത്ത് കൊണ്ടുപോയില്ല. എന്നാൽ ഇന്ന് ഞാനും നീയും ദർശനത്തിലല്ല, ആത്മാവിൽ കൃപാസനത്തിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് നമ്മുടെ യാചനകളെ, നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അറിയിക്കുവാൻ ദൈവമായ കർത്താവ് നമുക്ക് തന്ന ധൈര്യം, നമുക്കൊരുക്കിയ പ്രവേശനം, നമുക്കൊരുക്കിയ ശ്രേഷ്ഠമേറിയ വഴി, നമുക്കൊരുക്കിയ ജീവൻ്റെ വഴി, നാം അത് അനുഭവിപ്പാൻ ഒരു കൃപ നമുക്ക് ലഭിച്ചു. നമ്മുടെ സമപ്രായക്കാർ, നമ്മുടേതായിരിക്കുന്ന കൂട്ടുബന്ധങ്ങൾ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ കമ്മ്യൂണിറ്റിപ്പെട്ടവർക്ക് പലർക്കും അത് ലഭിക്കാതെ പോയപ്പോൾ നമുക്ക് കൃപയാൽ ഇതിനകത്ത് പ്രവേശിക്കാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചു. അതുകൊണ്ട് നാം ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായിരിക്കണം എന്ന് ഓർപ്പിക്കുന്നു. ഇനി ഞാൻ 5 മുതൽ 11 വാക്യങ്ങളൊന്ന് വായിച്ച്. പിന്നെ അവൻ ആലയത്തിന്റെ ചുവർ അളന്നു, കനം 6 മുഴം. ആലയത്തിന്റെ ചുറ്റുമുള്ള പുറവാരത്തിന്റെ വീതി 4 മുഴം. എന്നാൽ പുറവാര മുറികൾ ഒന്നിന്റെ മേൽ ഒന്നായി 3 നിലയായും നിലയിൽ 30 വീതവും ആയിരുന്നു. അവ ചുറ്റും ആലയത്തിനും പുറവാര മുറികൾക്കും ഇടയിലുള്ള ചുവരിന്മേൽ പിടിപ്പാൻ തക്കവണ്ണം ചേർന്നിരുന്നു. എന്നാൽ തുലാങ്ങൾ ആലയഭിത്തിക്കകത്ത് ചെന്നില്ല. പുറവാര മുറികൾ ആലയത്തിന്റെ ചുറ്റുപാടും മേലോട്ട് വിസ്താരം ഏറും. ആലയത്തിന്റെ ചുറ്റും മുറിക്കകത്ത് മേലോട്ട് വീതി കൂടും. അതുകൊണ്ട് പുറവാരത്തിന്റെ വിസ്താരം മേലോട്ട് ഏറും. താഴത്തെ നിലയിൽ നിന്നും നടുവാതിലത്തേതിൽ കൂടി മേലത്തെ നിലയിൽ കയറാം. ഞാൻ ആലയത്തിന്റെ ചുറ്റിലും പൊക്കമുള്ളൊരു തറ കണ്ടു. പുറവാര മുറികളുടെ അടിസ്ഥാനങ്ങൾ ഒരു മുഴുദണ്ഡായിരുന്നു. പരികളം വരെ 6 മുഴം. പുറവാരത്തിന്റെ പുറമേയുള്ള ചുവരിന്റെ കനം 5 മുഴമായിരുന്നു. എന്നാൽ ആലയത്തിന്റെ പുറവാര മുറികൾക്കും മണ്ഡപങ്ങൾക്കും ഇടയിൽ ആലയത്തിനു ചുറ്റും 20 മുഴം വീതിയുള്ള മുറ്റം ഉണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ 5 മുതൽ വാക്യങ്ങൾ വിശുദ്ധ മന്ദിരമൊക്കെ കഴിഞ്ഞു. അവിടെ ചേർന്നുള്ള ചില മുറികളും ചേർന്നുള്ളതായ ചില മുറ്റം, ഭിത്തികൾ, ഇതിനെക്കുറിച്ചുള്ള വിശദീകരണം കൊടുത്തേക്കുന്നത്. അതിന് പാർശ്വ അറകൾ 3 നിലകളായിരുന്നു. ഈ ആലയത്തിൻ്റെ ഭിത്തി അതിന് അറകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ അറകൾ 3 നിലകളിലായിട്ടാണ് പണിയിരിക്കുന്നത്. ആലയ കെട്ടിടത്തിൻ്റെ ഭാഗമായി മുറികളുടെയും അടുത്ത് ചേർന്നുള്ള അറകളുടെയും ഒരു ക്രമീകരണം ഉണ്ടായിരുന്നു. ഇത് 3 നിലകളിലായിട്ടാണ് പണിതിരിക്കുന്നത്. പാർശ്വമുറികളുടെ പുറം ഭിത്തിയുടെ കനം 5 മുഴമായിരുന്നു. ആലയ കെട്ടിടത്തിൻ്റെ ചുവരുകൾ കട്ടിയുള്ളതും ഭയങ്കര സുരക്ഷിതത്വമായിരുന്നു. കാരണം പാർശ്വങ്ങളിൽ 3 നിലകളായി പണിയപ്പെട്ടിരിക്കുന്ന മുറികളാണ് ഉള്ളത്. അതുകൊണ്ട് നടുത്തളത്തിലുള്ളതായ
വിശുദ്ധ സ്ഥലവും പരിശുദ്ധ സ്ഥലം വളരെ സുരക്ഷിതമാണ്. ഒരു ആലയക്കെട്ടിലെ ചുവരുകൾ 10.5 അടി കനമുണ്ടായത് ചുവരുകൾക്ക്. ഈ ചുവരുകൾക്ക് പുറത്ത് മുമ്പ് ഓർപ്പിച്ചതുപോലെ 3 നിലകളിലായിട്ട് 90 ചെറിയ മുറികളുണ്ടായിരുന്നു. ഒരു നിലയിൽ 30 മുറികൾ വെച്ച് 3 നിലകളിലായിട്ട് 90 മുറികൾ. ഈ മുറികളിൽ ഓരോന്നിനും 7 അടി വീതി ഉണ്ടായിരുന്നു. ഓരോ വശത്തും 12 മുറികളും ആലയത്തിൻ്റെ 6 മുറികളും വേറെ വശത്തുണ്ടായിരുന്നു. ഈ മുറികൾക്ക് 9 അടി കനമുള്ള പുറം ഭിത്തികളുണ്ടായിരുന്നു. ആലയത്തിൻ്റെ വശങ്ങളിലെ മുറികളുടെയും അടിത്തറയ്ക്ക് 10.5 അടി ഹൈറ്റ് ഉയരമുണ്ടായിരുന്നു. ഈ മുറികളിലേക്കുള്ള പ്രവേശന കവാടങ്ങൾ അകത്തെ ഭാഗത്തു നിന്നായിരുന്നു, പുറത്തു നിന്നല്ലായിരുന്നു. ആലയത്തിൻ്റെ വടക്കും തെക്കും വശങ്ങളിൽ പ്രവേശന കവാടങ്ങൾ ഉണ്ടായിരുന്നു. മുറികളിലെ നിലകളിലേക്ക് പടികൾ ഉണ്ടായിരുന്നു. പുറം ഭാഗത്തെ പുരോഹിതന്മാർക്ക് മുറികളുണ്ടായിരുന്നു. വശങ്ങളിലുള്ളതായ മുറികൾക്കും പുരോഹിതന്മാരുടെ മുറികൾക്കുമിടയിൽ 35 അടി ഇടം ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഭാഗം പഠിക്കുമ്പോൾ ആലയത്തിൻ്റെമായി നമ്മളൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഏകദേശം ഈ ക്രമീകരണം ശലോമോൻ പണിത ആലയവുമായിട്ടുള്ള ഏകദേശം ഒരു സാമ്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഈ ഭാഗം പഠിക്കുമ്പോൾ ശലോമോൻ പണിത ആലയവും ഈ ആലയങ്ങളുടെ വിശദീകരണങ്ങളെ ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ ശലോമോൻ്റെ ആലയത്തിനോട് സാമ്യമുള്ളതായ നിലയിലാണ് ഈ ആലയവും പണിയപ്പെട്ടിരിക്കുന്നതെന്ന് കാണുവാൻ കഴിയും. ഞാനതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. നമുക്കതിൻ്റെ 12-ാമത്തെ വാക്യവും ഒന്ന് വായിച്ചേ. 12 മുതൽ 15 വാക്യങ്ങൾ. മുറ്റത്തിന്റെ മുമ്പിൽ പടിഞ്ഞാറോട്ടുള്ള കെട്ടിടം 70 മുഴം വീതിയുള്ളതും കെട്ടിടത്തിന്റെ ചുറ്റുമുള്ള ചുവർ 5 മുഴം കനമുള്ളതും 90 മുഴം നീളമുള്ളതും ആയിരുന്നു. അവൻ ആലയം അളന്നു. നീളം 100 മുഴം. മുറ്റവും കെട്ടിടവും അതിന്റെ ചുവരുകളും അളന്നു. അതിന് 100 മുഴം നീളം. ആലയത്തിന്റെ മുൻഭാഗത്തിന്റെയും കിഴക്കുള്ള മുറ്റത്തിന്റെയും വീതിയും 100 മുഴമായിരുന്നു. പിന്നെ അവൻ മുറ്റത്തിന്റെ പിൻപുറത്ത് അതിനെതിരെയുള്ള കെട്ടിടത്തിന്റെ നീളവും അതിന് ഇപ്പുറത്തും അപ്പുറത്തുമുള്ള നടപ്പുരകളും അളന്നു. 100 മുഴം. അകത്തെ മന്ദിരത്തിനും പ്രാകാരത്തിന്റെ പൂമുഖങ്ങൾക്കും ഉമ്മരപ്പടികൾക്കും അഴിയുള്ള ജാലകങ്ങൾക്കും ഉമ്മരപ്പടിക്കുമേൽ 3 നിലയായി ചുറ്റും ഉണ്ടായിരുന്ന നടപ്പുരകൾക്കും നിലം തൊട്ട് ജാലകങ്ങളോളം പലകയടിച്ചിരുന്നു. ഓക്കെ. ഇവിടെ ആലയത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തൊരു കെട്ടിടമുണ്ടായിരുന്നു. അടുത്തൊരു കെട്ടിടമാണ് വിശുദ്ധ മന്ദിരത്തിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള. അതിൻ്റെ അളവ് പറയുന്നുണ്ട്. അതിന് 122 അടി വീതിയും 157 അടി നീളവുമുണ്ട്. ഈ കെട്ടിടത്തിന് ചുവരുകൾക്കും 9 അടി കനമുണ്ടായിരുന്നു. എന്നാൽ ഈ കെട്ടിടത്തിന് എന്തിനാണ് ഉപയോഗിക്കാൻ പോകുന്നതിനെക്കുറിച്ച് ഒന്നും യെഹെസ്കേലിന് പറഞ്ഞു കൊടുത്തിട്ടില്ല. മുമ്പുള്ള മുറികൾ കാണുമ്പോൾ അത് ഇന്നാർക്ക് യൂസ് ചെയ്യാനുള്ളതാണ്, ഇന്ന ഉപയോഗത്തിന് വേണ്ടിയുള്ളതാണ് കാണിച്ചിരുന്നത്. എന്നാൽ ഈ പറയപ്പെട്ട കെട്ടിടം എന്തിനു വേണ്ടിയാണ് പണിതിരിക്കുന്നതിനെ കുറിച്ച്
യെഹെസ്കേലിനോട് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ആലയത്തിൻ്റെ അടുത്ത കാണുന്ന ആലയത്തിന് കെട്ടിടത്തിന് 175 അടി നീളമുണ്ടായിരുന്നു. ആലയത്തിൻ്റെ ഉൾഭാഗത്തിനും ആലയ കെട്ടിടത്തിനും 175 അടി വീതിയുണ്ടായിരുന്നു. ഇനി ആലയത്തിന് അപ്പുറത്തുള്ള മതിലുകൾക്കൊപ്പം കെട്ടിടങ്ങൾക്കും 175 അടി നീളമുണ്ടായിരുന്നുവെന്ന് ഈ ഭാഗത്ത് പഠിപ്പിക്കുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ഒത്തിരി കാര്യങ്ങളൊന്നും പഠിക്കുവാൻ ഇല്ല. അത് കുറേ അളവുകൾ പറഞ്ഞ് നമ്മളെ മുന്നോട്ട് വിടുകയാണ്. നമുക്കിനി അതിൻ്റെ 15 മുതൽ 20 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. പിന്നെ അവൻ മുറ്റത്തിന്റെ പിൻപുറത്ത് ആ അതിനെതിരെയുള്ള കെട്ടിടത്തിന്റെ നീളവും അതിനിപ്പുറത്തും അപ്പുറത്തുമുള്ള നടപ്പുരകളും അളന്നു 100 മുഴം. അകത്തെ മന്ദിരത്തിനും പ്രാകാരത്തിന്റെ പൂമുഖങ്ങൾക്കും ഉമ്മരപ്പടികൾക്കും അഴിയുള്ള ജാലകങ്ങൾക്കും ഉമ്മരപ്പടിക്കുമേൽ 3 നിലയായി ചുറ്റുമുണ്ടായിരുന്ന നടപ്പുരകൾക്കും നിലം തൊട്ട് ജാലകങ്ങളോളം പലകയടിച്ചിരുന്നു. ജാലകങ്ങളോ മൂടിയിരുന്നു. അകത്തെ ആലയത്തിൽ വാതിലിന്റെ മേൽഭാഗം വരെയും പുറമേയും ചുറ്റും എല്ലാ ചുവരിന്മേലും അകത്തും പുറത്തും ചിത്രപ്പണി ഉണ്ടായിരുന്നു. കെരൂബുകളും ഈന്തപ്പനകളും അതിന്മേൽ കൊത്തിയിരുന്നു. കെരൂബിനും ഇടയിൽ ഓരോ ഈന്തപ്പനയും ഓരോ കെരൂബിന് 2 മുഖവും ഉണ്ടായിരുന്നു. മനുഷ്യമുഖം ഇപ്പുറത്തുള്ള ഈന്തപ്പനയുടെ നേരെയും ബാലസിംഹമുഖം അപ്പുറത്തുള്ള ഈന്തപ്പനയുടെ നേരെയും ആയിരുന്നു. ആലയത്തിന്റെ ചുറ്റും എല്ലായിടവും ഇങ്ങനെ ഉണ്ടാക്കിയിരുന്നു. നിലം മുതൽ വാതിലിന്റെ മേലറ്റം വരെ കെരൂബുകളും ഈന്തപ്പനകളും ഉണ്ടായിരുന്നു. ഓക്കെ. ഇവിടെ ആലയ കെട്ടിടത്തിൻ്റെ 3 മുറികളുണ്ടായിരുന്നു. പ്രവേശന ഹാൾ, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം, ഇങ്ങനെ തിരിച്ചിരിക്കുകയാണ്. ഈ മുറികൾ 3 മുറികളുടെയും ചുവരുകളൊന്നും അതെല്ലാം മരങ്ങൾ കൊണ്ട് മറച്ചിരിക്കുകയാണ്. മരങ്ങൾ കൊണ്ട്. ഈ മുറികൾക്ക് ആവശ്യമായ ജനാലകളുണ്ട്. ഈ ജനലുകളും കവർ ചെയ്തിരിക്കുകയാണ്. എല്ലാ ചുവരുകളിലും ഒരേ പാറ്റേണിലാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അടി തൊട്ട് മുടി അങ്ങറ്റം വരെ പലക കൊണ്ട് മറച്ചിരിക്കുന്നു. അതിലെല്ലാം കെരൂബുകളുടെയും ഈന്തപ്പനകളുടെയും രൂപങ്ങൾ ചിത്രപ്പണിയായി കൊടുത്തിട്ടുണ്ട്. അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇവിടെ എടുത്തു പറയുന്നൊരു കാര്യം, ഓരോ കെരൂബിനും 2 മുഖങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് മനുഷ്യൻ്റെ മുഖവും മറ്റൊന്ന് സിംഹത്തിൻ്റെ മുഖവുമായിരുന്നു. നമ്മൾ യെഹെസ്കേലിന്റെ പ്രവചനത്തിൽ ആരംഭത്തിൽ കണ്ടത് 4 മുഖങ്ങളാണ് കണ്ടത്. വെളിപ്പാട് പുസ്തകത്തിലും പഠിക്കുമ്പോൾ 4 മുഖങ്ങളുണ്ട്. സമാഗമന കൂടാരത്തിനകത്ത് പഠിച്ചു വരുമ്പോൾ 4 മുഖങ്ങളുണ്ട്. ഒന്ന് കാളയുടെ മുഖം, കഴുകൻ്റെ മുഖം, സിംഹത്തിൻ്റെ മുഖം, മനുഷ്യൻ്റെ മുഖം. നമ്മളത് പഠിച്ചു. യേശുക്രിസ്തുവിൻ്റെ 4 വ്യത്യസ്തമാകുന്ന സ്വഭാവം എന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. ഇവിടെ 2 മുഖങ്ങൾ എടുത്തു പറയുന്നുള്ളൂ. ഒന്ന് മനുഷ്യൻ്റെ മുഖം, മറ്റൊന്ന് ബാലസിംഹത്തിൻ്റെ മുഖം. നമുക്ക് വേണേൽ മനസ്സിലാക്കാൻ കഴിയും, ഇത് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും എടുത്തു പറയുന്നതാണ്. യേശുവിൻ്റെ ദൈവത്വം, ഡിവിനിറ്റി, ആൻഡ് യേശുക്രിസ്തുവിൻ്റെ ഹ്യൂമിനിറ്റി, ഈ 2 ഭാഗങ്ങളെയാണ് ഈ 2 മുഖങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇത്രയൊക്കെ ആലയങ്ങൾ പണിതു,
അതിൻ്റെ ചിത്രങ്ങൾ അതിലുണ്ട്. അതിലെടുത്ത് കാണിക്കുന്നു ദൈവത്വവും മനുഷ്യത്വവും. കെരൂബുകളും ഈന്തപ്പനകളും ഉപയോഗിച്ച് ഈ മുറികളുടെ പാർശ്വഭിത്തികൾ അലങ്കരിച്ചിരിക്കുകയാണ്. യെഹെസ്കേൽ കണ്ട ആലയത്തിൽ ഈന്തപ്പനകളുടെ രൂപകൽപ്പനകൾ അത് നിറയെ ഭാഗത്തായി കാണാം. പില്ലറുകളിലും ഇത് വിട്ട് നമ്മൾ ആരംഭത്തിൽ കവാട ഭാഗത്തൊക്കെ നമ്മൾ കണ്ടു ഈന്തപ്പനകളുടെ രൂപകൽപ്പനകൾ ചെയ്യപ്പെട്ടിരുന്നു കണ്ടു. സോളമന്റെ ആലയത്തിലും ഈ തരത്തിലുള്ളതായ പണികൾ ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് ആ ഭാഗം ഒന്ന് വായിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 29 മുതൽ വാക്യങ്ങൾ ഒന്ന് വായിച്ച്. 1 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 29 മുതൽ. അന്തരാലയവും ബഹിരാലയവുമായ ആലയത്തിന്റെ ചുവരുകളിലെല്ലാം ചുറ്റും കെരൂബ്, ഈന്തപ്പന, വിടർന്ന പുഷ്പം എന്നിവയുടെ രൂപം കൊത്തിയുണ്ടാക്കി. അന്തരാലയവും ബഹിരാലയവുമായ ആലയത്തിന്റെ തളവും അവൻ പൊന്നുകൊണ്ട് പൊതിഞ്ഞു. അവൻ അന്തർമന്ദിരത്തിന്റെ വാതിലിന് ഒലിവ് മരം കൊണ്ട് കതകുണ്ടാക്കി. കുറുമ്പടിയും കട്ടിളക്കാലും ചുവരിന്റെ 5-ൽ 1 അംശമായിരുന്നു. ഒലിവ് മരം കൊണ്ടുള്ള കതക് 2-ലും കെരൂബ്, ഈന്തപ്പന, വിടർന്ന പുഷ്പം എന്നിവയുടെ രൂപങ്ങൾ കൊത്തി പൊന്നു പൊതിഞ്ഞു. ഓക്കെ, നമ്മൾ ആ ഭാഗത്തും കണ്ടത് ഈന്തപ്പന, കെരൂബ്, പിന്നെ വന്നിട്ട് ഒലിവ് മരം കൊണ്ടുണ്ടാക്കിയ കട്ടള, അതിൻ്റെ കതക്, വിടർന്ന പുഷ്പം എന്നിവ കൊണ്ട് അത് അലങ്കരിച്ചിരിക്കുകയാണ്. അപ്പോൾ നാം ഇവിടെയും യെഹെസ്കേൽ കാണുന്നിടത്തും മിക്ക ഭാഗത്തും ഈന്തപ്പനകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന് ചുറ്റും അകത്തും പുറത്തും ഈന്തപ്പനകളുടെയും കെരൂബുകളുടെയും ചിത്രപ്പണികൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. അപ്പോൾ ശലോമോന്റെ ആലയത്തിന് തുല്യമാകുന്ന നിലയിലാണ് യെഹെസ്കേലിന് വെളിപ്പെട്ട ആലയവും ആ നിലയിലാണ് പണിപ്പെട്ടിരിക്കുന്നത്. നമ്മളെ സമാഗമന കൂടാരത്തിലും നോക്കുമ്പോഴും കെരൂബുകൾ രൂപകൽപ്പന ചെയ്യപ്പെട്ടിരിക്കുന്നത് കാണാറുണ്ട്. അതിപരിശുദ്ധ സ്ഥലത്ത് മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന കെരൂബുകളുടെ രൂപം, അതിൻ്റെ ചിറവുകൾ സിംഹാസനത്തെ മറച്ചിരുന്നു എന്ന് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഈ നിലയിൽ പണിയപ്പെട്ടിരിക്കുന്ന വിശുദ്ധ മന്ദിരം, ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ചാണ് ഇതുവരെ നമ്മൾ കണ്ടത്. ഞാൻ ഈ ഭാഗം ഇവിടെ നിർത്തുകയാണ്. നമ്മൾ ഈ രാത്രിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട 2 കൂട്ടം കാര്യങ്ങൾ. ഒന്ന്, ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ യെഹെസ്കേൽ പുരോഗത കുടുംബത്തിൽ ജനിച്ചിട്ട് പോലും അതിപരിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല, അത് അനുവദിച്ചില്ല. ഇത് കൃപയാൽ നമുക്ക് കൃപാസനത്തിൻ്റെ അടുത്ത് പോയി അബ്ബാ പിതാവെ വിളിപ്പാനുള്ള സുപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മിൽ പകർന്നു. അതുകൊണ്ട് നാം ഭാഗ്യശാലികളിലും ദൈവത്തോട് നന്ദിയുള്ളവരുമായിരിക്കണം എന്ന് ഞാൻ ഓർപ്പിച്ചുകൊള്ളുന്നു. രണ്ടാമത്തത്, ഈ ആലയത്തിൽ കണ്ട ഈന്തപ്പനകളും മറ്റൊന്ന് കെരൂബുകളും. ആ കെരൂബുകളുടെ മുഖം മനുഷ്യമുഖവും സിംഹമുഖവുമാണ്. അത് യേശുക്രിസ്തുവിൻ്റെ മശിഹയുടെ മനുഷ്യത്വത്തെയും ദൈവത്വത്തെയും ഉറപ്പിക്കുന്ന ഭാഗമാണ്.
ആ ഭാഗങ്ങളിലെ കെരൂബുകളും ഈന്തപ്പനകൾ കൊണ്ടും ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, യെഹെസ്കേലിന്റെ കണ്ണിന് മുമ്പിൽ വളർന്നു വന്നപ്പോൾ അവർ കണ്ട ശലോമോന്റെ ആലയം, അതിനകത്ത് യെഹെസ്കേൽ അല്പം കഴിയുമ്പോൾ പുരോഹിതനായി ശുശ്രൂഷ അതിനകത്ത് ചെയ്യേണ്ടതാണ്. എന്നാൽ അതിനു മുമ്പ് നെബൂഖദ്നേസർ രാജാവ് വന്ന് ഇവരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുന്നു. അല്പം കൂടെ കഴിഞ്ഞപ്പോൾ അവർ കണ്ട, ഒരുപക്ഷെ ഹൃദയത്തിൻ്റെ അകത്ത് ആഗ്രഹിച്ചിരുന്നതായിരിക്കാം, ആ വിശുദ്ധ മന്ദിരത്തിനകത്ത് പ്രവേശിച്ച് ആരാധന നടത്തുവാനൊക്കെ ഞാൻ 30 വയസ്സാകുമ്പോൾ എനിക്കത് പ്രവേശിക്കാം, എനിക്കതിന് ആരാധന നടത്താം എന്നൊക്കെ ആഗ്രഹിച്ചവനായിരിക്കാം ഒരുപക്ഷെ യെഹെസ്കേൽ. അതുകൊണ്ടായിരിക്കാം നഷ്ടപ്പെട്ടു പോയ ആ ആലയം നഷ്ടപ്പെട്ടു പോയിട്ടും ദർശനത്തിൽ അവനെ കൊണ്ടുപോയി ഈ ആലയത്തിൻ്റെ അകത്ത് കയറ്റി അതിൻ്റെ മനോഹാരിതകൾ അവനെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇതാണ് നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ അവൻ്റെ ആഗ്രഹമായിരിക്കാം, ആഗ്രഹത്തിന്മേൽ ദൈവം ഇടപെട്ട് അവനെ അവിടെ കൊണ്ടുപോയി ദർശനത്തിലെല്ലാം കാണിക്കുന്നു. പറഞ്ഞാൽ പണിയപ്പെടാൻ പോകുന്ന ആലയത്തെക്കുറിച്ചുള്ളതായ വിശദമാകുന്നൊരു വിവരണം. നഷ്ടപ്പെട്ട ശലോമോൻ പണിത ആലയം നശിപ്പിച്ചുവെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠമേറിയ, അതിനോട് കിടപിടിക്കുന്ന നിലയിലുള്ളതായ ഒരാലയത്തെക്കുറിച്ചുള്ള ദർശനമാണ് ദൈവം യെഹെസ്കേൽ കൊടുക്കുന്നത്. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും നമുക്കെല്ലാം ഒരു പ്രത്യാശയുണ്ട്. നമ്മുടെ കാലത്ത് മശിഹ വരും, മശിഹ ഭരിക്കും എന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷയോട് കാത്തിരിക്കുന്നു. അതിന് സമയങ്ങൾ, അതിന് കാലങ്ങൾ നമ്മെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഒരുക്കത്തോടെ വിശ്വസ്തരായി ജീവിപ്പാൻ ദൈവം നമുക്കെല്ലാവർക്കും കൃപ നൽകട്ടെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.